കാസർഗോഡിന്റെ പച്ചപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന കമ്പാർ എന്ന സുന്ദര ഗ്രാമം. ഇവിടെ മുഹമ്മദ് അബ്ദുൽ ജലാൽ മൗലവിയുടെയും ആയിഷയുടെയും 9ാമത്തെ മകളായി റാബിയ ജനിച്ചു. പഠിച്ചു വളർന്നൊരു ടീച്ചറാകണമെന്നത് അവളുടെ വലിയ മോഹമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ യാത്രാ സൗകര്യങ്ങൾ വില്ലനായി. പഠനം നിലച്ചു. പക്ഷേ അവളുടെ ഉള്ളിലെ അറിവിനായുള്ള ദാഹം അടങ്ങിയില്ല. വിവാഹശേഷം പൈവളികയിലേക്ക്. കുടുംബജീവിതത്തിനിടയിലും അവൾ തന്റെ സ്വപ്നങ്ങളെ കൈവിട്ടില്ല. ഭർത്താവിന്റെ പിന്തുണയോടെ മുതിർന്ന പ്രായത്തിൽ അവൾ +2 ഡിഗ്രിയും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പൂർത്തിയാക്കി. 2010 ഏപ്രിൽ 10 40 കുട്ടികളുമായി മാജിക് നഴ്സറി പിറന്നു. വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്നതായിരുന്നു അവളുടെ ശൈലി. 2017 ലോകം ഇടിഞ്ഞു വീണതുപോലെ തോന്നി. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പൂട്ടാൻ ഉത്തരവ് വന്നു. സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ല. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങൾ. തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. സുഗലത ടീച്ചറെ കൂട്ടുപിടിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ഓടി. ഒടുവിൽ 2018 അൽ മദീന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ മണ്ണിൽ ഉയർന്നു. കൊറോണ എല്ലാം തകർത്തെറിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിപ്പോകുമെന്ന് ഭയന്നു. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം അവരെ വീണ്ടും നടത്തിച്ചു. ഇന്ന് 450ലേറെ കുട്ടികളുമായി അൽ മദീന തലയുയർത്തി നിൽക്കുന്നു. ഇത് വെറും ഒരു സ്കൂളല്ല, ഒരു സ്ത്രീയുടെ തളരാത്ത പോരാട്ടത്തിന്റെ വിജയഗാഥയാണ്. നന്ദി റാബിയ മാം, ഞങ്ങളെയും ഈ സ്വപ്നത്തിന്റെ ഭാഗമാക്കിയതിന്. അൽ മദീന ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ.